Hello guys, I'm Isbana, a second year BCA student at Sridevi College in Mangalore. In this video, I will show you a day in my life in college. And guys, this is my first vlog. അതുകൊണ്ട് എനിക്കറിയില്ല ഇത് എങ്ങനെ വോയിസ് ഓവർ ആഡ് ചെയ്യണം എഡിറ്റ് ചെയ്യണം ഒന്നും അറിയില്ല. സോ ലെറ്റ്സ് ട്രൈ. അങ്ങനെ രാവിലെ 7 o'clock ലോക്കൽ ട്രെയിൻ കയറി. പിന്നെ ട്രെയിനിൽ പ്രത്യേകിച്ച് തണുപ്പും ഫോഗും നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് എത്തി. മെയിൻ സ്പോട്ടിൽ നിന്ന് മെയിനായ കോഫിയാണ് മെയിൻ. നാളെ മുതൽ എന്ന് പറഞ്ഞു മാറ്റിവെച്ച ഡയറ്റ് ഇന്നും പോയി. കാരണം ഒന്നുമല്ല, എന്റെ കണ്ണ് പോകുന്നത് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ മാത്രം. സോ ഡയറ്റ് നാളത്തേക്ക് മാറ്റി. പിന്നെ ഇവിടുന്ന് ബസ് കയറി കോളേജിലെത്തി. നമ്മൾക്ക് ഇന്നൊരു IoT വർക്ക്ഷോപ്പ് ഉണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നുള്ളത്. ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത് ശ്രീദേവി കോളേജിൽ തന്നെ. ബട്ട് നമ്മുടെ കോളേജിലല്ലാന്ന് മാത്രം. ഞങ്ങളുടെ കോളേജ് വരുന്നത് മാംഗ്ലൂർ ബല്ലാർബാഗ് ടൗണിലായിട്ടാണ്. ബട്ട് ദാറ്റ് ഈസ് ഇൻ നിയർ മാംഗ്ലൂർ എയർപോർട്ട് റോഡ്. അങ്ങനെ നമ്മള് ബസ്സിൽ കുറെ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടി സോങ് പാടാൻ ട്രൈ ചെയ്തു എല്ലാവരും കൂടി. ബട്ട് ആർക്കും അറിയുന്നില്ല പാടാൻ. ഇൻട്രസ്റ്റ് ആക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു, ബട്ട് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. പാടിയില്ല. പിന്നെ ഈ കോളേജിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടി സെമിനാർ ഹാളിലേക്ക് നടന്നു. സർ വെൽക്കം ചെയ്തു. പിന്നെ അകത്ത് കയറി. സാറിന്റെ ഫ്രണ്ട് ആയിരുന്നു ക്ലാസ് എടുക്കാൻ വന്നത്. അങ്ങനെ സർ ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിങ്ങനെ നോക്കിയിരുന്നു. പിന്നീട് നമ്മളെല്ലാരും കൂടി പുറത്ത് പോയി. പുറത്ത് നല്ല വ്യൂ ആണ്. ആ കോളേജ് കുറച്ച് ഹൈറ്റിലായിട്ട് വരുന്നത്. മാംഗ്ലൂർ എയർപോർട്ടിന് അടുത്തായിട്ടാണ്. എയർപോർട്ട് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ കോളേജിന്റെ ഫ്രണ്ടിൽ നല്ല വ്യൂ, അതുപോലെ അടിപൊളി സ്കൈയും നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് എല്ലാരും ഓൾഡ് ഫോട്ടോസ് ഫേസ്ബുക്കിൽ നിന്ന് നോക്കി കളിയാക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എന്റെ ഫോട്ടോസ് മാത്രം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാരും ഫാദേഴ്സിന്റെ അക്കൗണ്ട്സ് എല്ലാം എടുത്ത് അവരെ പോസ്റ്റ് എല്ലാം നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാരും കൂടി അകത്ത് പോയി. സർ പറഞ്ഞു ലാപ്ടോപ്പിൽ എടുത്ത് സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. സെയിം തിങ് നമ്മൾ ചെയ്ത്. ബട്ട് സർ ജെറ്റ് പോകുന്ന പോലെ പോയി. നമ്മൾക്ക് ആർക്കും എന്തറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി വന്നത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ്. ബിക്കോസ് സർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് അത് വാല്യൂ ഉണ്ട്, റെസ്യൂമിലേക്കെല്ലാം ആഡ് ചെയ്യാൻ വാല്യൂ ഉണ്ട്. ദാറ്റ്സ് വൈ എല്ലാവരും വന്നത്. ദെൻ അങ്ങനെ എനിക്ക് നീണ്ട നിമിഷങ്ങൾക്ക് ശേഷം ഔട്ട്പുട്ട് കിട്ടി. അതിന്റെ സന്തോഷമാണ് എന്റെ ഫേസിൽ കാണുന്നത്. അങ്ങനെ പിന്നൊരു പ്രോഗ്രാം കൂടി തന്നു. പിന്നീട് ഷക്കീർ സർ ചോദിച്ചു ഇതിൽ ആരാണ് വലിയ സിംഗർ എന്ന്. ബട്ട് ആരും സ്വയം പേര് പറയില്ല, മറ്റുള്ളവരെ പേരാണ് വെച്ചും പറഞ്ഞത്. അങ്ങനെ സൗണ്ട് കാരണം സർ തന്നെ ഒരാളെ സെലക്ട് ചെയ്തു. സീനിയർ ആയിരുന്നു എന്റെ. അങ്ങനെ അവൻ ചെന്ന് സോങ് എല്ലാം പാടി. ഐ റിയലി ലൈക്ക് ഇറ്റ്. ബിക്കോസ് ആ ഒരു മൈക്ക് പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ആ സോങ് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് വന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവന് സ്ഥലം എടുക്കാൻ എന്തോ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് അതൊന്നും അല്ല. ഞാൻ വീഡിയോ എടുക്കുക കണ്ടോണ്ട് അവൻ തള്ളി മറിക്കാണ്. പിന്നെ സാറിനെ കുറച്ച് ചെയ്ത് പിന്നെ നമ്മള് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. നമ്മൾ അവിടെ ഇരുന്ന് മന്തി തിന്നാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ ബസ് കയറി എത്തി. മന്തി സ്പോട്ടിലേക്ക് എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ നല്ല ആൾക്കാരുണ്ടെന്ന്. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഓർഡർ എല്ലാം കൊടുത്തു. നമ്മള് 11 പേരുണ്ടായിരുന്നു. ചെസ് പീസിന് വേണ്ടിയാണ് ഇവർ തല്ല് ചെയ്യുന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്പിൻ ചെയ്തു. ചെസ്റ്റിന്റെ ഉടമസ്ഥകളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് കാന്താരി അൽഫാം വിത്ത് മന്തിയാണ്. അവരെല്ലാം ഡൈനാമിക് മന്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡ് എത്തി. ഫുഡിന് ചെസ് പീസിന്റെ എല്ലാം തല്ല് ചെയ്ത് ചെസ് പീസ് എടുത്തു. ദെൻ നമ്മൾ ഫുഡ് കഴിച്ചു. ട്രെയിനിലേക്ക് എത്തി. എല്ലാരും ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് കാസർഗോഡ് എത്തി. ഇതാണ് എ ഡേ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ.